പ്രൈസ് ദി ലോർഡ്. ഈശോയെ കൊടുക്കുക എന്ന് പറയുന്ന കാര്യം, കർത്താവിനെ നമ്മൾ ഇവാഞ്ചലൈസ് ചെയ്യുക എന്ന കാര്യം ആരുടെയെങ്കിലുമൊക്കെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അതായത് അച്ഛന്മാർ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പ്രയർ ലീഡേഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം അച്ഛന്മാർക്കുണ്ട്, ഇവരെയൊക്കെ രക്ഷിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തം, ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അച്ഛന്മാരാണ് അല്ലെങ്കിൽ ലീഡേഴ്സാണ് എന്നൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അത് ചിന്തിക്കാൻ പാടില്ല. കാരണം നമ്മൾ സഭ പറയുന്ന പോലെ പോകണം. സഭ പഠിപ്പിക്കുന്നു, CCC പഠിപ്പിക്കുന്നു, CCC 900 പഠിപ്പിക്കുന്നു. എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേക്ഷിത ധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. അവരിലൂടെ മാത്രമേ സുവിശേഷം ശ്രവിക്കാനും ക്രിസ്തുവിനെ അറിയാനും മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഈ കടമ കൂടുതൽ നിർബന്ധ സ്വഭാവമുള്ളതായി തീരുന്നു. അതായത് ഈശോയെ കൊടുക്കുക, സുവിശേഷം പറയുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് നിർബന്ധ സ്വഭാവമുള്ളതായി തീർന്നു. നമ്മളിലൂടെ മാത്രം സുവിശേഷം അറിയേണ്ട ഒരുപാട് പേരിവിടെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ വ്യക്തിപരമായോ സംഘം ചേർന്നോ ഈശോയെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 1 Corinthians 9:16 സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം, സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ നിനക്ക് അഹംഭാവത്തിന് വകയില്ല, അത് നിന്റെ കടമയാണ്. പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. അപ്പം ഈ ഒരു വചനം നമ്മളിരിക്കട്ടെ. എല്ലാവരും മാമോദിസ സ്വീകരിച്ച, സ്ഥൈര്യലേപനം സ്വീകരിച്ച എല്ലാവരുടെയും കടമയാണ്, ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഈശോയെ കൊടുക്കുക എന്നുള്ളത്. സോ നമുക്ക് ചെയ്യാം, ഈശോയെ കൊടുക്കാം. സ്വർഗം സന്തോഷിക്കട്ടെ. ആമേൻ.